വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. സെക്കീന, നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ, എന്താ രസം, എന്താ ഞാൻ റിച്ചുവിൻ്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ, വന്നടി മക്കളെ. നാദാപുരത്തുള്ള 3 പെൺമക്കളുടെ ഉമ്മയായ നഫീസുമ്മ മണാലിയിലെ മഞ്ഞിൽ കുളിച്ച് കുളിരണിഞ്ഞ് തിരികെ നാട്ടിലെത്തി. മണാലിലെ ഹിമമണികൾ വാരിയെറിഞ്ഞതും ആലിപ്പഴങ്ങൾ വായിലിട്ട് നുണഞ്ഞതിൻ്റെയും അനുഭൂതിയുമെല്ലാം തൻ്റെ അയൽക്കൂട്ടങ്ങളിലും കുടുംബങ്ങളിലുമെല്ലാം പങ്കുവെക്കുന്നതിൻ്റെ ഇടയിലാണ് ഇബ്രാഹിം സക്കാഫിയുടെ വീഡിയോ ചകിട്ട് ലോകം നടുങ്ങിയത്. 25 വർഷം മുമ്പ് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ മണാലിയിൽ പോയി ആടിത്തിമർക്കുന്നു എന്ന പരാതിയാണ് ഇബ്രാഹിം സക്കാഫി ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. വിധവയായ ഒരു സ്ത്രീ വീടിന്റെ അകത്തളത്തിൽ ദിക്റും സലാത്തുമായി ഒതുങ്ങിക്കൂടിയാൽ പോരെ എന്നാണ് സക്കാഫിയുടെ ചോദ്യം. ഇസ്ലാം ഒരിക്കലും സങ്കുചിതമായ ഒരു മതമല്ല. അതിൽ നിയന്ത്രണങ്ങളും അതിർവരമ്പുകളും ഉണ്ടെങ്കിലും മതം ഒരിക്കലും മനുഷ്യനെ ഒരു കൂട്ടിനുള്ളിൽ തളച്ചിടുന്നില്ല. യാത്രകളെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് പ്രവാചകൻ. ഓരോ യാത്രകളും മനുഷ്യരെ പുതിയ സംസ്കാരങ്ങളെ മനസ്സിലാക്കുന്നതിനും പുതിയ പാഠങ്ങൾ പഠിക്കുന്നതിനും പ്രാപ്തനാക്കുന്നു. സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ ഭർത്താവോ പിതാവോ സഹോദരനോ കൂടെ വേണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചെങ്കിൽ അത് ആ സ്ത്രീയുടെ സുരക്ഷയോർത്ത് മാത്രമായിരുന്നു. ഒരു സ്ത്രീക്ക് പിതാവും അവരുടെ ഭർത്താവും മരണപ്പെട്ടു പോയി, അവർക്ക് മക്കളില്ല എന്ന് കരുതുക. ഈ സാഹചര്യത്തിൽ അവർ വീടിന്റെ അകത്തളത്തിൽ തന്നെ ഇരുന്നാൽ അവരെ ആര് സംരക്ഷിക്കും? അവിടെ അവർക്ക് ഏറ്റവും വിശ്വസ്തരായവരുടെ കൂടെ പുറത്തു പോകും. അതുതന്നെയാണ് നഫീസ് താത്തയും ചെയ്തത്. തന്റെ പെൺമക്കളുടെയും അവരുടെ ഭർത്താക്കന്മാരുടെയും കൂടെ യാത്ര പോയി. തന്റെ സന്തോഷം അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ഏതോ രാജ്യത്ത് കിടക്കുന്ന നഫീസ് താത്ത മഞ്ഞു പുതഞ്ഞ ഏതോ രാജ്യത്തേക്ക് യാത്ര പോയി. ഏതോ രാജ്യത്ത് കിടക്കുന്ന ഇബ്രാഹിം സക്കാഫിക്ക് അത് കണ്ട് ഹാലിളകേണ്ട കാര്യം എന്താണ്? ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഫസാദ് ഉണ്ടാക്കുന്നതും ഏറ്റവും കൂടുതൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതും പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാരെന്ന പേരിലുള്ള അഭിനവ പണ്ഡിതന്മാരോ ആണ്. ഇസ്ലാമിന്റെ പേരിൽ സോഷ്യൽ മീഡിയകളിൽ കയറി കലഹിക്കുന്ന നിങ്ങൾ മുസ്ലിം സമൂഹത്തിനെ നാണക്കേടാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയകളിൽ കയറി വായിൽ തോന്നിയത് വിളിച്ചു പറയുമ്പോൾ അതാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിക്കുന്ന ജനതയാണ് ഇസ്ലാമിന് ചുറ്റുമുള്ളത്. തന്റെ വീടിന് ചുറ്റും അല്ലെങ്കിൽ തന്റെ മഹലിൽ നടക്കുന്ന ഒരു അനീതിയും ഒരു പണ്ഡിതനും ചോദ്യം ചെയ്യാറില്ല. മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുസ്ലിം ജനവിഭാഗങ്ങളിൽ വിവാഹത്തിന്റെ പേരിലുള്ള പേക്കുത്തുകൾ പേടിപ്പിക്കുന്നതാണ്. അതിനെ നിയന്ത്രിക്കാൻ മുസ്ലിം പണ്ഡിതന്മാർക്കാവുന്നില്ല. മഹലിലെ പല കുടുംബങ്ങളിലും ഇസ്ലാം മതവിശ്വാസത്തിനും ജീവിത രീതികൾക്കുമെതിരെയും സഞ്ചരിക്കുന്ന കുടുംബങ്ങളും കുടുംബാംഗങ്ങളും ഇന്ന് ധാരാളമാണ്. എന്നാൽ അവരെ നിയന്ത്രിക്കാനോ നേർവഴിയിലേക്ക് കൊണ്ടുവരാനോ പ്രാദേശിക തലത്തിൽ പണ്ഡിതന്മാരോ മഹല്ല് കമ്മിറ്റികളോ തയ്യാറാവാറില്ല. നാട്ടിൽ കലാപങ്ങളിലോ മയക്കുമരുന്ന് മാഫിയകളിലോ മുസ്ലിം ചെറുപ്പക്കാർ പെടുമ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കാൻ ഒരു പണ്ഡിതനും മുന്നോട്ട് വരാറില്ല. അങ്ങനെ വന്നാൽ മഹല്ലുകളുടെ വലിപ്പം കുറയുകയോ നാമമാത്ര മുസ്ലിങ്ങളുടെ എണ്ണം പെരുകുകയോ ചെയ്തേക്കാം. ഇതിനൊന്നിനും കഴിവില്ലാത്ത പണ്ഡിതന്മാരാണ് ഏതോ ഒരു നഫീസ് താത്ത മണാലിയിൽ പോയപ്പോൾ അതിനെതിരെ ഖുർആനും ഉയർത്തിപ്പിടിച്ചോടിയത്. ആദ്യം ഇല്ലാതാവേണ്ടത് യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെയുള്ള ഇസ്ലാം മത പ്രബോധനമാണ്. ഇസ്ലാം എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പണ്ഡിതന്മാർ ഉപയോഗപ്പെടുത്തേണ്ട മാധ്യമമല്ല ഫേസ്ബുക്കും യൂട്യൂബും ഒന്നും. ഒരു കാലത്ത് വീടുകളിൽ TV പോലും പാടില്ല എന്ന് വാദിച്ചത് അതിൽ വരുന്ന അനാശാസ്യങ്ങളെ ഓർത്തായിരുന്നുവെങ്കിൽ അതിനേക്കാൾ മലിനമാക്കപ്പെട്ടതാണ് യൂട്യൂബും ഫേസ്ബുക്കുമെല്ലാം. അവിടെയാണ് നിങ്ങൾ ഇന്ന് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രവും വിശ്വമാനവിക മൂല്യങ്ങളും ജനങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ പഠിപ്പിക്കുന്ന സലാത്തും ദിക്റും ഖുർആനും കേൾക്കാനെന്ന പേരിൽ മുസ്ലിം ജനതയുടെ നല്ലൊരു ശതമാനവും ആസ്വദിക്കുന്നത് യൂട്യൂബിലെയും ഫേസ്ബുക്കിലെയും ഇൻസ്റ്റയിലെയും എല്ലാം നേരമ്പോക്കുകളും സെക്സ് വൈകൃതങ്ങളുമാണ്. ഇസ്ലാം അറിയുന്നവന് അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യതയാണുള്ളത്. എങ്ങനെ ജീവിക്കണമെന്നത് അത് മനസ്സിലാക്കിയവന്റെ ഉത്തരവാദിത്തമാണ്. ഇസ്ലാം എന്നത് സങ്കുചിതമായ ഒരു മതമല്ല. അതിന് കടലിനോളം ആഴവും ആകാശത്തോളം വ്യാപ്തിയുമുണ്ട്. ആ ഇസ്ലാമിനെ സോഷ്യൽ മീഡിയകളിലെ ചവറുകൾക്കുള്ളിൽ തിരികെ നശിപ്പിക്കാതിരിക്കുകയാണ് പണ്ഡിതന്മാർ ചെയ്യേണ്ടത്.